കൂടുതലൊന്നും ചിന്തിച്ചുകൊണ്ടല്ല ഇതിനകത്ത് വന്നത്. പഠിക്കണം, ജസ്റ്റ് കുറച്ച് നമ്മളുടെ കഴിവൊന്ന് മുന്നോട്ടാക്കണമെന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ എനിക്ക് അന്നേരം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പൊ എനിക്ക് ഉണ്ട് ഈ കുറച്ച്, ഇപ്പം നമുക്കൊരു കോൺഫിഡൻസ് ആയി. മറ്റേ എനിക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു. വരയ്ക്കുക ചിലപ്പം അത് ശരിയാകത്തില്ല. നമ്മൾ കുറച്ചൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും ശരിയാകാതെ വരുമ്പോഴത്തേനും മനസ്സ് മടുത്ത് ഇട്ടിട്ട് പോവുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു ആദ്യമൊക്കെ. അത് കഴിഞ്ഞിപ്പോ ഒരു കുറെ വരച്ചിപ്പോ ഒരു പ്രാക്ടീസ് ഒക്കെ ഇഷ്ടംപോലെ ചെയ്യും. എനിക്ക് കിട്ടുന്ന സമയത്തെല്ലാം ഞാൻ വന്നിരുന്ന്, ഇത് ബെഡ്റൂമിലാണ് ഞാനിവിടെ എൻ്റെ ഒരു സ്പേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ബെഡ്റൂമിലോട്ട് കയറുമ്പോഴൊക്കെ നമുക്ക് ഒരു വരയ്ക്കണമെന്നുള്ള ഒരു തോന്നൽ വരും. പെട്ടെന്ന് ടേബിൾ കാണുമ്പോൾ തോന്നലുണ്ടാവും. അന്നേരം അവിടെ ഇരുന്ന് കുറച്ചു നേരം വരയ്ക്കും, അങ്ങനെയൊക്കെ. പിന്നെ ലൈൻ ഡ്രോയിങ്ങിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ഇപ്പൊ. പഠിക്കാനൊരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ട് അതിലൂടെ. പിന്നെ 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 അതുകൊണ്ടാണ് കൂടുതൽ പിന്നെയും വരയ്ക്കണമെന്ന് തോന്നിക്കുന്നത് തന്നെ. നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റി ആൻഡ് വെൽനസ് ഹബ് സ്റ്റുഡൻസ് കൂട്ടായ്മയുടെ പാർട്ടായി നിന്നുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ ആ ഒരു യാത്രയെ അടുത്തറിയുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ആനിസ് മാം ഉണ്ട്. മാം നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന റിവാർഡ് കരസ്ഥമാക്കിയിട്ടാണ്. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്തതിന് ശേഷം ഒരുപാട് ടാസ്കുകൾ കംപ്ലീറ്റ് ആക്കി ആർട്ടിലൂടെ ഒരു കോൺഫിഡൻസ് കിട്ടുകയും വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ കിട്ടുകയും ചെയ്യുന്നവരാണ് ഈ ഒരു റിവാർഡ് അച്ചീവ് ചെയ്യാനായിട്ട് യോഗ്യരായിരിക്കുക. അപ്പം അതിന് മാമിന് കൺഗ്രാജുലേഷൻ പറയുന്നു, വെൽക്കം ചെയ്യുന്നു. അപ്പോൾ ഒന്ന് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഡ്രോയിങ് ചെറുപ്പം മുതൽ ചെയ്യായിരുന്നോ? ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് പറയാമോ? ഞാന് ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പം ചെറുതായിട്ട് വരയ്ക്കാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നോക്കിയൊക്കെ വരയ്ക്കുക. പിന്നെ എൻ്റെ ഫാമിലിയിൽ എൻ്റെ അമ്മാവന് ഒരു ആർട്ടിസ്റ്റാണ്. അപ്പൊ അതിൻ്റെതായ ചെറിയ ഇതൊക്കെ നമുക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും, ജീൻസ്. പിന്നെ അന്നൊക്കെ ചെറുതായിട്ട് വരച്ചു എന്നുള്ളതല്ലാതെ അതൊരു കോഴ്സായിട്ട് എടുക്കണമെന്നോ അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് സ്കൂളിൽ പോയി പഠിക്കണമെന്നോ ഒന്നും ഇല്ലായിരുന്നു. അതിന് വീട്ടുകാർ സമ്മതിക്കത്തുമില്ലല്ലോ. ആ സമയത്ത് പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് എന്തെങ്കിലും ഒരു ജോലി സമ്പാദിക്കുക എന്നുള്ളതിനെ ആയിരുന്നു കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. അങ്ങനെ കോളേജിലും ഒക്കെ ഇതുപോലെ ചെറുതായിട്ടൊക്കെ വരച്ച് എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ വരച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികളെ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഇതിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടില്ല. പിന്നെ ഫാമിലിയായി, തിരക്കായി, ജോലിയായി, പിന്നെ അതിന് ഒട്ടും സമയമില്ലാതെയായി. അത് കഴിഞ്ഞിപ്പം ഇവിടെ VRS ഒക്കെ എടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്നുള്ള ഇതില് വീട്ടിലായിരുന്നപ്പം കുറച്ച് ബോട്ടിൽ ആർട്ട് വർക്കൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഗാർഡനിങ്, അങ്ങനെയൊക്കെയാണ് സമയം നീക്കിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് സാറിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ഞാൻ ഇതിനകത്ത് കാണുന്നത്, FB-യില്. അപ്പം പിന്നെ നമുക്ക് പണ്ടേ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു ഇത് പഠിക്കണമെന്നുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് ഇതിനകത്ത് ജോയിൻ ചെയ്തു. പഠിത്തം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു കുഴപ്പമില്ലാതെ. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് സ്റ്റുഡൻസിന് ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കും. ജോയിൻ ചെയ്തതിന് ശേഷം ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലൊന്നും ചിന്തിച്ചുകൊണ്ടല്ല ഇതിനകത്ത് വന്നത്. പഠിക്കണം, ജസ്റ്റ് കുറച്ച് നമ്മളുടെ കഴിവൊന്ന് മുന്നോട്ടാക്കണമെന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ എനിക്ക് അന്നേരം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പൊ എനിക്ക് ഉണ്ട് ഈ കുറച്ച്, ഇപ്പം നമുക്കൊരു കോൺഫിഡൻസ് ആയി. മറ്റേ എനിക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു. വരയ്ക്കുക ചിലപ്പം അത് ശരിയാകത്തില്ല. നമ്മൾ കുറച്ചൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും ശരിയാകാതെ വരുമ്പോഴത്തേനും മനസ്സ് മടുത്ത് ഇട്ടിട്ട് പോവുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു ആദ്യമൊക്കെ. അത് കഴിഞ്ഞിപ്പോ ഒരു കുറെ വരച്ചിപ്പോ ഒരു പ്രാക്ടീസ് ഒക്കെ ഇഷ്ടംപോലെ ചെയ്യും. എനിക്ക് കിട്ടുന്ന സമയത്തെല്ലാം ഞാൻ വന്നിരുന്ന്, ഇത് ബെഡ്റൂമിലാണ് ഞാനിവിടെ എൻ്റെ ഒരു സ്പേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ബെഡ്റൂമിലോട്ട് കയറുമ്പോഴൊക്കെ നമുക്ക് ഒരു വരയ്ക്കണമെന്നുള്ള ഒരു തോന്നൽ വരും. പെട്ടെന്ന് ടേബിൾ കാണുമ്പോൾ തോന്നലുണ്ടാവും. അന്നേരം അവിടെ ഇരുന്ന് കുറച്ചു നേരം വരയ്ക്കും, അങ്ങനെയൊക്കെ. പിന്നെ ലൈൻ ഡ്രോയിങ്ങിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ഇപ്പം. ചില ഫണ്ടമെന്റൽസ് ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോക്ക് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. നമ്മൾ വരയ്ക്കുമ്പോൾ പോർട്രേറ്റ് ഒക്കെ ആണെങ്കിൽ വരയ്ക്കുമ്പോൾ അതിന്റെ ഷേപ്പ് അല്ലെങ്കിൽ ഇതിന്റെ പ്രൊപ്പോർഷൻസ് ഒന്നും ശരിയാകത്തില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് അതൊരു ബുദ്ധിമുട്ടാണ്. നമ്മളെ
ലൈൻ ഡ്രോയിങ് ആദ്യമേ ക്ലിയർ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇപ്പോൾ എനിക്കുള്ളത്. എന്നാലും അത് കൂടാതെ മറ്റുള്ളതൊക്കെ ചെയ്യുന്ന വാട്ടർ കളറിങ്ങും, എനിക്ക് പെയിന്റിങ്ങിലാണ് കൂടുതൽ താല്പര്യം. അപ്പം പിന്നെ വാട്ടർ കളറിങ്ങും അക്രലിക് പെയിന്റിങ്ങും ഇതുമൊക്കെ കുറേശ്ശെയൊക്കെ പരീക്ഷിച്ചൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ പെൻസിൽ ഡ്രോയിങ് നോക്കും. പെൻസിൽ ഡ്രോയിങ് നോക്കുമ്പോൾ നമ്മുടെ പെൻസിലിന്റെ ക്വാളിറ്റി ശരിയല്ലാത്തത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു വരയ്ക്കുമ്പോൾ അതങ്ങോട്ട് നന്നായിട്ട് വരുന്നില്ല. കളറ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിലോട്ട് വരുന്നില്ല. 2-3 എണ്ണം വരച്ചിട്ടുണ്ട്. സാറ് നോക്കിയിട്ട് പറയുക. യെസ് യെസ്, ഞാൻ ചെക്ക് ചെയ്യാം. ഞാൻ ഫേസ്ബുക്ക് ഗ്രൂപ്പ് എടുത്തിട്ട് വരച്ച ചിത്രങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇതല്ലേ പ്രൊഫൈല്? അതെ. ഇതാണ് ആദ്യം വന്ന സമയത്ത് വരച്ച ചിത്രങ്ങളല്ലേ? പെൻസിൽ ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്? പെൻസില് നട്രാജിന്റെ ആണെന്ന് നോക്കിയിട്ട് പറയാം. ആർട്ട് ലൈൻ. ഓക്കെ ഓക്കെ ഓക്കെ. കഴിഞ്ഞ വീക്കിലി മീറ്റിംഗിൽ പങ്കെടുത്തായിരുന്നോ? ആ എങ്ങനെയുണ്ടായിരുന്നു? യൂസ്ഫുൾ ആയിട്ട് തോന്നിയോ? നന്നായിരുന്നു. വരച്ച് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നേ. കോഴ്സ് എവിടെ വരെ എത്തി? കോഴ്സ് ഇപ്പൊ പെൻസിൽ, കളർ പെൻസിൽ ഡ്രോയിങ്ങിന്റെ ആനിമൽ സ്കിൻ. എ ടു സെഡ് പെൻസിൽ ഡ്രോയിങ് കോഴ്സിൽ സിമെട്രിക്കൽ ഡ്രോയിങ് എല്ലാം പ്രാക്ടീസ് ചെയ്തല്ലോ അല്ലേ നന്നായിട്ട്? കുറച്ച് പ്രാക്ടീസ് ചെയ്ത് 1-2 എണ്ണം ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ തോന്നുന്നു. വരച്ച ചിത്രങ്ങൾ കണ്ടു, നന്നായിട്ടുണ്ട്. അതിൽ എനിക്ക് പറയാനുള്ള കമന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പെൻസിലിന്റെ കുഴപ്പമില്ല, പേപ്പറാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. കാരണം കണ്ടോ, പേപ്പറിൽ കുറേ കുഴികളുണ്ട്, റഫ് ആയിട്ടുള്ള പേപ്പറാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വൈറ്റ് ഗ്യാപ്പുകൾ കാണുന്നത്. ഇത് ഡോംസിന്റെ സ്കെച്ച് ബുക്കാ. ചെറിയ ഒരു റഫ് ഫീൽ ഉണ്ട്. കണ്ടോ, ഇവിടെ കണ്ടോ വൈറ്റ് ഡോട്ട്? അതിന്റെ ഒരു ഇഷ്യൂ. അപ്പൊ ഒരു സ്മൂത്ത് പേപ്പർ, ഐവറി ഷീറ്റ് വാങ്ങുന്നത് നല്ലതായിരിക്കും, സ്മൂത്ത് ആയിട്ടുള്ള പേപ്പർ. പിന്നെ കളർ പെൻസിൽ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ലെയർ ചെയ്യും. ഇപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് മെത്തേഡിലാണ് ചെയ്യുന്നത്. ഡ്രോയിങ്ങും പെൻസിലും കളർ പെൻസിലും ഒക്കെ കറക്റ്റ് മെത്തേഡിലാണ് ചെയ്യുന്നത്. പേപ്പർ മാറ്റി കഴിയുമ്പോൾ കുറെ കൂടി റിസൾട്ട് കിട്ടും. കാരണം ഒരുപാട് റഫ് ആയിട്ടുള്ള പേപ്പർ ആയതുകൊണ്ട് വൈറ്റ് ഗ്യാപ്പ് എടുത്ത് കാണുന്നത്. പിന്നെ പെൻസിൽ നല്ല രീതിയിൽ ഷാർപ്പൻ ചെയ്തിട്ട് കളർ പെൻസിലിൽ കുറച്ചും കൂടി ലെയേഴ്സ് ഒന്ന് അപ്ലൈ ചെയ്തു, അപ്പോൾ കുറെ കൂടി റിസൾട്ട് കിട്ടും. ഇതിൽ തന്നെ ഒരുപാട് പ്രഷർ അപ്ലൈ എന്നല്ല, പെൻസിൽ ഇത്തിരി കൂടി പ്രഷർ അപ്ലൈ ചെയ്ത് കുറച്ചും കൂടി ലെയർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഡെപ്തിലുള്ള കളേഴ്സ് നമുക്ക് കിട്ടും. അപ്പൊ ഈ ഒരു ചിത്രം ഞാൻ ഇച്ചിരി പ്രഷർ കൊടുക്കുമ്പോഴത്തേന് അത് ആ വര അതുപോലെ നിൽക്കുകയും മറ്റുള്ള ഭാഗങ്ങള് ഒന്നുമല്ലാതെ മറ്റേ ലൈറ്റായിട്ട് കിടക്കുകയും, കൂടുതൽ പ്രഷർ ചെയ്യലും തോറും അതിന്റെ ആ ഷേപ്പ് അങ്ങ് മാറിപ്പോവുക. ടോട്ടൽ ഷേപ്പ് മാറുന്നുണ്ടോ? ഡ്രോയിങ്ങിന്റെ ഷേപ്പ് അല്ല, നമ്മൾ വരച്ചു വരുമ്പോഴത്തേന് ആ ഭാഗം അങ്ങ് വൃത്തികേടാകുക, ഇച്ചിരി പ്രഷർ കൂടുതൽ കൊടുത്തു കഴിയുമ്പോ. അവിടെ ഒരു കാര്യം കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. വരയായിട്ട് കിടക്കും, ചിലടത്ത് അല്ലാതെ കിടക്കും, അങ്ങനെയൊക്കെ. നമ്മളൊരു കാര്യം തെറ്റുമെന്ന് പേടിച്ചിട്ട് ട്രൈ ചെയ്യാതിരിക്കരുത്, മനസ്സിലാവുന്നുണ്ടോ? പല സ്റ്റുഡൻസിനുള്ള ഒരു ഇഷ്യൂ ആണ്. എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ തെറ്റുമെന്ന് പേടിച്ചിട്ട് അവരൊരിക്കലും ട്രൈ ചെയ്യാതിരിക്കും. അപ്പൊ നമുക്കൊരിക്കലും പഠിക്കാൻ പറ്റൂല. ഒരു കാര്യം ചെയ്ത് നോക്ക്, കുറച്ചൊന്ന് പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ഒരു ചിത്രം ഫുള്ളായിട്ടൊന്ന് കംപ്ലീറ്റ് ആക്കി നോക്ക്, മനസ്സിലാവുന്നു? അപ്പൊ എവിടെയെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള കളർ കുറവാന്ന് തോന്നുകയാണെങ്കിൽ അവിടെയൊക്കെ പ്രഷർ അപ്ലൈ ചെയ്ത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കി നോക്ക്. ചിത്രം മൊത്തത്തിൽ മോശമായി കഴിഞ്ഞാൽ നമുക്കൊരു ലേണിംഗ് അതിൻ്റെ അകത്തുനിന്ന് കിട്ടും. കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആയിരിക്കും. അപ്പൊ തന്നെ എനിക്ക് അത്രേ പറയാനുള്ളൂ. വേറെ വലിയ മിസ്റ്റേക്സ് ഒന്നുമില്ല. പിന്നെ ഔട്ട്ലൈൻ ഈ പറയുന്ന പോലെ ലൈൻ ഡ്രോയിങ് കുറെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറെ ബെറ്റർ ആയിട്ട് വരും. നമുക്ക് അഡ്വാൻസ് പോർട്രേറ്റ് സ്കെച്ചിങ് കോഴ്സിന്റെ അകത്ത് കുറെ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ കുറെ മെഷർമെന്റ് കറക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ വരുന്ന സമയത്ത് കുറെ കൂടി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുവരെ ചെയ്തത് കറക്റ്റ് ട്രാക്കിലാണ് പോകുന്നത്, മിസ്റ്റേക്സ് ഒന്നുമില്ല. പിന്നെ കളർ പെൻസിൽ ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്? കളർ പെൻസിലിൽ എനിക്ക് തോന്നുന്നു പേപ്പറിന്റെ ആയിരിക്കും. പേപ്പർ ഒന്ന് മാറ്റി നോക്കണം. പേപ്പർ അതൊരു പേപ്പറിൽ പിടിക്കാത്ത പോലെ, പെൻസിൽ ഡ്രോയിങ്ങിലും അതുപോലെ തന്നെ ഒരു ഫീല് തോന്നി എനിക്ക്.
ഐവറി ഷീറ്റ് ആയിരിക്കും നല്ലല്ലേ? ഐവറി ഷീറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. യെസ്. വേറെ എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദ്യങ്ങളോ ചോദിക്കാനുണ്ടോ? ഡൗട്ട് എന്തെങ്കിലും? മാസ്റ്റർ പീസ് ചലഞ്ചിനെ വരാൻ നമ്മൾക്ക് ക്ലാസ് ഇത് കംപ്ലീറ്റ് ചെയ്യാതെ വരാൻ പറ്റത്തില്ലല്ലേ? ഫുൾ ക്ലാസ് അത് കംപ്ലീറ്റ് ലാസ്റ്റ്. ചെയ്ത് ആയിരിക്കും വരേണ്ടത്. ഓക്കെ. അതന്ന് മീറ്റിംഗിൽ സാറ് പറഞ്ഞായിരുന്നു. ഉം. പിന്നെ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ സ്മഡ്ജ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതെന്താണ്? ചില നോർമലി സ്മഡ്ജ് ചെയ്യാറില്ല. ചെയ്യാറില്ല. ഉം. ചില വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേന് അതിനകത്ത് സ്മഡ്ജ് ചെയ്ത പോലെ ഇങ്ങനെ നല്ല ഇതിലിരിക്കുന്നത് കാണാം. അത് ചിലപ്പോൾ ഡിഫറെന്റ് പെൻസിൽസ് ആയിരിക്കും. നമ്മുടെ നോർമലി ഇപ്പോൾ ഡോംസിന്റെ പെൻസിൽ ഒന്നും സ്മഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് വരില്ല. പക്ഷെ നമുക്ക് ഡിഫറെന്റ് പെൻസിൽ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. വൈറ്റ് പെൻസിലൊക്കെ ഉപയോഗിച്ചിട്ട് കോഴ്സിന്റെ അകത്ത് തന്നെയുണ്ട്. കോഴ്സ് കണ്ടു കഴിയുമ്പോൾ ഹോട്ടലിൽ കണ്ടു കഴിയുമ്പോൾ മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് ബേണിഷിംഗ് എന്നൊക്കെ പറഞ്ഞ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. കണ്ടു കഴിയുമ്പോൾ ഐഡിയ കിട്ടും. സ്മഡ്ജിങ് ചെയ്യാൻ പറ്റും. സെയിം കളർ പെൻസിൽ വെച്ചിട്ട് തന്നെ സ്മഡ്ജ് ചെയ്യാം. വേറെ ടൂളുകൾ അധികം നമ്മൾ നോർമലി യൂസ് ചെയ്യാറില്ല നോർമൽ കളർ പെൻസിൽസിന്. ഓക്കെ. പിന്നെ കോമ്പറ്റീഷൻസ് എന്തെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ അറിയുന്നത്? കേട്ടില്ല. കോമ്പറ്റീഷൻസ് ചിത്രകലയിൽ എന്തെങ്കിലും കോമ്പറ്റീഷൻസ് ഒക്കെ വരുവാണെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റും? ആർക്ക് വേണ്ടിയിട്ടാണ് കോമ്പറ്റീഷൻ നോക്കുന്നത്? നമുക്ക് അഡൽട്ടിന്റെ കോമ്പറ്റീഷൻസ് ഒന്നും ഉണ്ടാകാറില്ലേ? അഡൽട്ടിന്റെ കോമ്പറ്റീഷൻ കേരളത്തിൽ പൊതുവെ ഭയങ്കര കുറവാണ്. അത് മിക്കവാറും ന്യൂസ് മീഡിയാസ് നോക്കുക. പിന്നെ ഇൻസ്റ്റഗ്രാം പേജസ് ഉണ്ട്. ആർട്ട് റിലേറ്റഡ് ഒരുപാട് ഇൻസ്റ്റഗ്രാം പേജസ് ഉണ്ട്. ഇപ്പൊ കൊച്ചിയിലൊക്കെ ആണെങ്കിൽ കൊച്ചി റിലേറ്റഡ് കുറെ പേജസ് ഉണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് ന്യൂസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അഡൽസിന്റെ പൊതുവെ ഞാൻ അധികം കേട്ടിട്ടില്ല കേരളത്തില്. ഓക്കെ. പിന്നെ ഞാൻ ഈ അക്രിലിക് പെയിന്റ് ചെയ്ത് 1-2 നമ്മള് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തായിരുന്നേ. അപ്പൊ അതിനകത്ത് നമ്മുടെ ബോർഡിന് തന്നെ ഒരു 450 രൂപ വിലയാവുന്നുണ്ട്. പിന്നെ ഫ്രെയിം ചെയ്തതിന് 600 രൂപ. അങ്ങനെ വരുമ്പോഴത്തേനും നല്ലൊരു കോസ്റ്റ് ആകുന്നുണ്ട്, പെയിന്റും എല്ലാത്തിനും കൂടെ. അപ്പൊ ഈ ഫ്രെയിമിങ് ലോ കോസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ വല്ല സൗകര്യങ്ങളും എവിടെയെങ്കിലും ഉള്ളതായിട്ട്? സ്ട്രെച്ച്ഡ് ക്യാൻവാസ് ആണോ? സ്ട്രെച്ച്ഡ് അല്ല, മറ്റേ ബോർഡ്. ഓക്കെ. ബോർഡ് ഇപ്പൊ നോർമലി എങ്ങനെ ചെയ്യുന്നത്? ബോർഡ് വാങ്ങിച്ച് പെയിന്റ് ചെയ്തിട്ട് അത് ഫ്രെയിം ചെയ്യാണോ ചെയ്യുന്നത്? അത് ഫ്രെയിം ചെയ്തു. അതിനേക്കാളും നല്ലത് മനസ്സിലായി. ഗ്ലാസ് ഇല്ലാതെ. അതിനേക്കാളും നല്ലത് സ്ട്രെച്ച്ഡ് ക്യാൻവാസ് ഞാൻ കാണിച്ചു തരാം. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ സെർച്ച് ചെയ്തത്. എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന പെയിന്റിങ്സ് ഉണ്ടോ? അത് ക്യാൻവാസിൽ ചെയ്തിരിക്കുന്നത് അക്രിലിക് ആണ്. പക്ഷേ അത് ഫ്രെയിം ഇട്ടിട്ടില്ല. അത് സ്ട്രെച്ച്ഡ് ക്യാൻവാസിലാണ് ചെയ്യുന്നത്. സ്ട്രെച്ച്ഡ് ക്യാൻവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. കണ്ടോ? മനസ്സിലായി. ഒരു വുഡ് ഒരു ഫ്രെയിം പോലെ സെറ്റ് ചെയ്തിട്ട് അതിൽ ക്യാൻവാസ് സ്ട്രെച്ച് ചെയ്ത്. ഇപ്പൊ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചുവരിൽ തൂക്കണമെങ്കിൽ ഇവിടെ 2 ആണി അടിച്ചാൽ മതി, ഇതിലേക്ക് കൊണ്ട് കൊളുത്താൻ പറ്റും. അപ്പൊ ബോഡി യൂസ് ചെയ്യണേക്കാളും നല്ലത് ഡ്യൂറബിളും സ്ട്രെച്ച്ഡ് ക്യാൻവാസും ആണ്. ഇപ്പൊ നമുക്ക് ഫ്രെയിമിന് എക്സ്ട്രാ ഫ്രെയിം ഇടേണ്ട ആവശ്യമില്ല. അപ്പൊ എക്സ്ട്രാ പൈസ നമുക്ക് അവിടെ ലഭിക്കാൻ പറ്റും. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അത് ഡിഫറെന്റ് സൈസിലും ഡിഫറെന്റ് ഷേപ്പിലൊക്കെ അവൈലബിൾ ആണ്. ആർട്ട് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഡിഫറെന്റ് സൈസിലെല്ലാം സ്ട്രെച്ച്ഡ് ക്യാൻവാസ് കിട്ടും. ട്രൈ ചെയ്ത് നോക്കി. ഞാനിത് ഓൺലൈൻ വരുത്തിക്കായിരുന്നു. നമ്മളങ്ങനെ പുറത്ത് അധികം പോകാറില്ല. വീട്ടില് ഇത് ഒരു വില്ലേജ് ഏരിയ ആണല്ലോ, പൊൻകുന്നം സൈഡ് ആകുമ്പോ നമുക്കങ്ങനെ. അല്ലെങ്കിൽ കൊച്ചിക്ക് വരുമ്പോഴാണ്, മോൾ അവിടെയാണ് പഠിക്കുന്നത്, ഭാഷ പഠിക്കുന്നുണ്ട്, ജർമ്മൻ പഠിക്കാനായിട്ട് അവിടെയാണ്. അപ്പം അവിടെ വന്നപ്പം ഞങ്ങൾ ഫീനിക്സ് എന്ന് പറഞ്ഞ ഒരു കടയിൽ കയറി, ആർട്ടിന്റെ. ഞാൻ സാറിനോട് നേരത്തെ ചോദിച്ചായിരുന്നു കടകളുടെ കാര്യം. അപ്പം അത് ഒത്തിരി ദൂരമായി പോയി. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ആ കൊച്ചിയിൽ തന്നെ അന്വേഷിച്ച് അവിടെ ഫീനിക്സ് എന്ന് പറഞ്ഞ ഒരു കടയിൽ കയറി. അവിടെ നിന്നാണ് കുറച്ച് ആർട്ട് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ചത്. നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. പിന്നെ കൊച്ചിയിൽ ക്രാഫ്റ്റ് സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട്. അവർക്ക് കൊറിയർ സർവീസ് ഉണ്ട്. അപ്പോൾ വാട്സപ്പ് വഴി ചാറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്ലാസ് തീരുമ്പോൾ എനിക്കൊന്ന് മെസ്സേജ് കഴിഞ്ഞാൽ അവരുടെ നമ്പർ ഞാൻ അയച്ചു തരാം. ക്രാഫ്റ്റ് സ്റ്റേഷനോ? ക്രാഫ്റ്റ് സ്റ്റേഷൻ കാക്കനാടാണ് വരുന്നത്.
ഇപ്പൊ സാധാരണ ഞങ്ങൾ അവിടെ വരുമ്പോഴത്തേന് എറണാകുളത്ത് അവളെ കാണാൻ പോകുമ്പോൾ അവിടുന്ന്, അവളുടെ അടുത്താണ്, അപ്പൊ ഉം. അവിടുന്ന് വാങ്ങിക്കുമല്ല സാധനങ്ങൾ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പിന്നെ ഉള്ളത് പിന്നെന്താ, ഗ്രിഡ് മെത്തേഡിന്റെ കാര്യം. സാറ് ഗ്രിഡ് ഇല്ലാതെയാണ് ഗ്രിഡ് ഉപയോഗിക്കാതെ വരയ്ക്കണമെന്നാണ് സാറ് പറയുന്നത്. പക്ഷേ നമ്മൾ പോർട്രേറ്റ് നന്നായിട്ട് വരയ്ക്കാൻ അറിയാത്തവർക്ക് ഈ പോർട്രേറ്റ് ഇച്ചിരി കട്ടിയല്ലേ, പറഞ്ഞാല് വരച്ചാൽ ആ പ്രൊപ്പോർഷൻ ശരിയാകത്തില്ല, ഷേപ്പ് വ്യത്യാസമാകുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനെ ഗ്രിഡ് തന്നെയല്ലേ ഏറ്റവും ഒരുമാതിരിപ്പെട്ടവർക്ക് വരയ്ക്കാൻ പറ്റിയത്. അപ്പൊ അതിനെപ്പറ്റി ഒരു ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമായിരുന്നു. അതിനെപ്പറ്റി യൂട്യൂബിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഗ്രിഡ് മെത്തേഡ് മോശമാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഗുണവും ദോഷവും ഉണ്ട്. നമ്മുടെ കോഴ്സിൽ ഗ്രിഡ് ഫോക്കസ്ഡ് അല്ല. നമ്മുടെ കോഴ്സിൽ ഗ്രിഡ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്റ്റുഡൻസും ഗ്രിഡ് മാത്രം വെച്ച് വരയ്ക്കും. പിന്നെ അവർക്ക് നെക്സ്റ്റ് ലെവലോട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗ്രിഡ് നമ്മുടെ കോഴ്സിൽ നിന്ന് ഒഴിവാക്കി വെച്ചിരിക്കുന്നത്. ഗ്രിഡ് വരയ്ക്കുന്നത് തെറ്റൊന്നുമല്ല. വലിയ നമുക്ക് കമ്മീഷൻ വർക്കൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഗ്രിഡൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഗ്രിഡ് ചെയ്യുന്ന സമയത്ത് അതിന് ബെനിഫിറ്റും ഉണ്ട്, അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനത് ചാറ്റിലോട്ട് അയക്കാം. യെസ്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്, നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്യണം. അടുത്ത 1 ഇയറിലോട്ട് ആർട്ടിലേക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തായിരിക്കും മനസ്സിലോട്ട് വരുന്നുണ്ടായിരിക്കുക? പെട്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ സ്വന്തമായിട്ട് വരച്ച് ഒരു കടയിടുക, അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ നമ്മുടെ ഇത് കൊടുക്കുക എന്നുള്ളതായിരുന്നു. സ്വന്തമായിട്ട് കട ഇടുവോ അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്നത് എവിടെയെങ്കിലും കൊടുക്കുവോ, അങ്ങനെ ഒരു ഏണിങ് ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നു എന്റെ ചിന്ത. പക്ഷെ ഇപ്പം അത്രയ്ക്കൊന്നും ആയിട്ടില്ല, അതുവരെ എത്തിയിട്ടില്ല എന്നുള്ളത് ഒരു ഇതാണ്, ഫാക്റ്റാണ്. അതിനെ കുറിച്ച് ഞാൻ ക്ലാരിറ്റി വരുത്തി തരാം. ആർട്ട് മെറ്റീരിയൽ സെല്ല് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ളതും നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കമ്മീഷൻഡ് ആയിട്ടുള്ള വർക്ക് എടുക്കുക എന്നുള്ളതാണ്. നേരെ തിരിച്ച് ഇപ്പൊ ഞാൻ ഇഷ്ടമുള്ളൊരു പെയിന്റിങ് ചെയ്യുന്നു, അത് ഞാൻ സെല് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് കുറേ സമയം എനിക്ക് എടുക്കും. കാരണം ഒരു ഷോപ്പിൽ കൊണ്ടുവന്ന് വെക്കണം, അത് ചിലപ്പോൾ സെല്ലാവില്ല, ചിലപ്പോഴേ സെല്ലാവുള്ളൂ, സെല്ലായി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് പൈസ കിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ നമുക്കുണ്ട്. പക്ഷെ കമ്മീഷൻ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നമ്മുടെ അടുത്ത് ചോദിക്കും, എൻ്റെ ഒരു വർക്ക് ചെയ്തു തരുമോ, എൻ്റെ ഒരു പോർട്രേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഫോട്ടോ ഉണ്ട്, ചെയ്തു തരുമെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പൈസ വാങ്ങിച്ച് വർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എപ്പോഴും റെക്കമെൻഡബിൾ ആയിട്ടുള്ളത് കമ്മീഷൻ വർക്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് ഫാമിലി മെമ്പേഴ്സിന്റെ അകത്ത് തന്നെ നമ്മൾ വരയ്ക്കുന്ന ഒരാളാണ് എന്നുള്ള ഒരു നോളജ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് നിന്ന് തന്നെ ഫസ്റ്റ് വർക്കുകൾ നമുക്ക് കിട്ടും. അപ്പൊ അത് പെയ്ഡ് ആയിട്ട് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്റ്റാർട്ട് ആയിരിക്കും. അപ്പൊ ആ ഒരു മെത്തേഡിൽ നീങ്ങുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കഴിഞ്ഞതിന് മുന്നത്തെ വീക്കിലി മീറ്റിംഗിൽ കമ്മീഷൻ വർക്കിനെ കുറിച്ച് നമ്മൾ കുറച്ചധികം നോട്ട് ചെയ്ത് വെച്ചിട്ട് ഫാമിലി മെമ്പേഴ്സിന്റെ അകത്തുനിന്ന് ഒരു വർക്ക് എടുക്കാനായിട്ട് ശ്രമിച്ചോളൂ. നമ്മുടെ സ്റ്റുഡന്റ് ഞാൻ മെത്തേഡ് പറഞ്ഞു പ്രശ്നം പറഞ്ഞുതരാം. അത് നമ്മുടെ വർക്ക് മറ്റുള്ളവരെ കാണിക്കാൻ പറ്റണം ആദ്യം. അപ്പൊ നമ്മുടെ വർക്ക് ഡെയിലി വാട്സപ്പ് സ്റ്റാറ്റസും സോഷ്യൽ മീഡിയയിലൊക്കെ ഡെയിലി പോസ്റ്റ് ചെയ്യുക. ഡെയിലി എന്തായാലും നമ്മൾ ചിത്രങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുക. ഇങ്ങനെ കുറേ ചെയ്യുന്ന സമയത്ത് ഫാമിലി മെമ്പേഴ്സ് മനസ്സിലാക്കും നമ്മൾ വരയ്ക്കുന്ന ഒരാളാണ്. ഒരു സമയത്ത് അവരടുത്ത് ചോദിക്കും വർക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രൊഫഷണലി ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് എടുത്തുകൊണ്ട് കമ്മീഷൻ വർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരാൾക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. ഒരാൾക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തന്നെ കുറെ കൂടി കോൺഫിഡന്റ് ആവും, അടുത്തടുത്ത് വർക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കിട്ടും. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞാനൊരു ഗോളായിട്ട് സെറ്റ് ചെയ്യുന്നത് നമുക്കൊരു ഫസ്റ്റ് ഒരു കമ്മീഷൻ വർക്ക് എടുക്കാൻ പറ്റണം ആർട്ടിന്റെ ഒരു 1 ഇയറിന്റെ അകത്ത്. ഞാൻ ഈ 1-to-1 വരുന്ന എല്ലാ സ്റ്റുഡൻസിന്റെയും ഗോൾ എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഗോളാണ് സെറ്റ് ചെയ്യുന്നത്. അവർ പറയുന്ന അനുസരിച്ചിട്ട് മാം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റിയത് അതിലോട്ടാണ്. നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി പോർട്രേറ്റ് ഒക്കെ ചെറുതായിട്ടൊക്കെ വരച്ചു തുടങ്ങിയില്ല. ഇനി കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്ത് അഡ്വാൻസ് പോർട്രേറ്റ് സ്കെച്ചിങ് കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും. ഔട്ട്ലൈൻ കൃത്യമായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. പിന്നെ ഷെയ്ഡിങ്ങിന്റെ പ്രാക്ടീസ് കൂടി ഉണ്ടെങ്കിൽ ഷെയ്ഡിങ് കൂടി ഇമ്പ്രൂവ് ആവും. പ്രത്യേകിച്ച് ആ പേപ്പർ എന്തായാലും മാറ്റണം. പേപ്പർ മാറ്റുമ്പോൾ തന്നെ അപ്പോൾ തന്നെ നല്ല ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് കോൺഫിഡൻസ് ഒരു പോർട്രേറ്റ് വരച്ചിട്ട് അതാ മറ്റേ ഗ്രാഫൈറ്റ് പെൻസ് പൗഡർ ഇട്ട് ചെയ്ത് നോക്കിയത്. പക്ഷെ ശരിയാ,
അവിടെ എവിടെയും പാച്ചസ് പോലെയാകുന്നു. എന്ത് ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്ത ഗ്രാഫൈറ്റ് പൗഡർ? ബ്രഷ് വെച്ച്. ഓക്കെ. വരച്ച ചിത്രം നന്നായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ പാച്ചസ് വരാനുള്ള റീസൺ ചിലപ്പോ ഒന്നില്ലെങ്കിൽ പേപ്പറിന്റെ പേപ്പറിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് പ്രഷർ കൊടുക്കരുത്. ബ്രഷ് വളരെ സോഫ്റ്റ് ആയിട്ട് വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട്. ആയിട്ട് കൊടുക്കണം. മെയിൻലി അങ്ങനെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഗ്രാഫൈറ്റ് പൗഡറിന്റെ റിസൾട്ട് ആണ് വേണ്ടെങ്കിൽ ബ്രഷിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക കോട്ടൺ ആയിരിക്കും. കോട്ടൺ ഗ്രാഫൈറ്റ് പൗഡറിൽ മുക്കിയിട്ടായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അത് സ്മൂത്ത് പേപ്പറിൽ ഈ പേപ്പറിൽ ട്രൈ ചെയ്യണ്ട, സ്മൂത്ത് പേപ്പർ വരുന്ന സമയത്ത് ഐവറി ഷീറ്റ് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഓക്കെ. യെസ്, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇത്രയൊക്കെ ഉള്ളായിരുന്നു. യെസ്. കോഴ്സിന്റെ ടോട്ടൽ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? റെക്കോർഡർ ക്ലാസ്സുകൾ കാണുമ്പോഴും വീക്കിലി മീറ്റിങ്ങിലോട്ട് വരുന്ന സമയത്തും, കൂടാതെ എനിക്ക് കൂടുതൽ ചോദിച്ചറിയാനുള്ളത് ഫേസ്ബുക്ക് ഗ്രൂപ്പ് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ അകത്തുനിന്ന് മറ്റുള്ള സ്റ്റുഡൻസിന്റെ സപ്പോർട്ട് എങ്ങനെയുണ്ട്? ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഞാൻ മിക്കവാറും തന്നെ ദിവസം എന്നോണം ഞാൻ ഓരോന്നും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. മറ്റുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാം, കാണുന്ന പടങ്ങൾ എല്ലാം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്, ലൈക്ക് കൊടുക്കുന്നുണ്ട്, അത്യാവശ്യം ചിലർക്കൊക്കെ കമന്റും ഇടുന്നുണ്ട്. പിന്നെ അവര് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ പഠിക്കാനൊരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ട് അതിലൂടെ. പിന്നെ 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 അതുകൊണ്ടാണ് കൂടുതൽ പിന്നെയും വരയ്ക്കണമെന്ന് തോന്നിക്കുന്നത് തന്നെ. യെസ്. അപ്പൊ ഒരുപാട് സന്തോഷം. ഞാൻ വൈൻഡപ്പ് ചെയ്തേക്കട്ടെ. ഓക്കെ. അപ്പൊ നമ്മുടെ ഗോള് മറക്കണ്ട. ഞാൻ ചുരുക്കി പറഞ്ഞത് പേപ്പർ ഒന്ന് മാറ്റണം. പിന്നെ നമ്മുടെ കളർ പെൻസിലിൽ ആ മെത്തേഡുകൾ പഠിക്കുമ്പോൾ തന്നെ ബ്ലെൻഡിങ് ചെയ്യാൻ നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിക്കും. പിന്നെ അഡ്വാൻസ് പോർട്രേറ്റ് സ്കെച്ചിങ് കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നമുക്ക് പോർട്രേറ്റിൽ കുറെ കൂടി ഇപ്പോൾ ഓൾറെഡി നന്നായിട്ട് വരയ്ക്കുന്നുണ്ട്. ചെറിയ മൈന്യൂട്ട് മെഷർമെന്റ് ഒക്കെ ഡിഫറൻസ് ഒക്കെ ഇപ്പം നമുക്ക് ഉണ്ടാവുള്ളൂ. അതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. അതെല്ലാം കഴിയുമ്പോഴേക്കും പോർട്രേറ്റിൽ കുറെ കൂടി കോൺഫിഡന്റ് ആവും. ഇപ്പൊ മുതൽ വരയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. ഡെയിലി വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാനും നോക്കിക്കോളൂ. ഇപ്പൊ മുതൽ നമ്മളൊരു ആർട്ടിസ്റ്റ് ആണ് ആൾക്കാരെ അറിയിച്ചുകൊണ്ടിരിക്കുക. ഒരു സമയത്ത് ഒരു വർക്ക് വരുന്ന സമയത്ത് പ്രൊഫഷണലി ഡീൽ ചെയ്ത് ആ വർക്ക് എടുക്കാനും വർക്ക് കിട്ടിക്കഴിഞ്ഞ് ഫുൾ എമൗണ്ട് നമ്മുടെ എത്തുന്ന സമയത്ത് എന്നെ ഇൻഫോം ചെയ്യാനും മറക്കരുത്. ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സർ.